അയ്യോ തമാശ ചേട്ടന്മാരെ ഭയങ്കര തമാശ. 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. അത്രയ്ക്കൊക്കെ വേണം. മണ്ഡല ചേട്ടാ ഒന്ന് ഇവരോട് പറയും, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞെന്ന്. അയ്യോ, ഇത്രയും വലിയ സീരിയസ് കോമഡി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. എനിക്ക് തൊട്ടു പിറകിലായി ഇത് ഈ കാണുന്നതാണ് നവകേരള ബസ്. മ്യൂസിയത്തിൽ ഈ ബസ് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മന്ത്രിമാരും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ തന്നെ സഞ്ചരിച്ച ബസ് എന്ന ഖ്യാതിയുള്ളത് കൊണ്ട് തന്നെ മ്യൂസിയത്തിലേക്ക് ആളുകൾ കുത്തിയൊലുകി എത്തും എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ബസ്സാണ് ഇപ്പോൾ ആളില്ലാതെ ജീവച്ഛവമായി ഇത്തരത്തിൽ ബസ് സ്റ്റാൻഡിനകത്ത് കിടക്കില്ലേ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ദിവസമായി ട്രിപ്പ് ഓടിയിട്ടില്ല. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോഴിക്കോട് ബംഗളൂരു റൂട്ട് എന്നത് ഏത് കാലത്തും വലിയ തിരക്കുള്ള ഒരു റൂട്ടാണ്. എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒറ്റ ബസ്സാണ്. മുത്തച്ഛന്റെ കാലത്ത് വാങ്ങിച്ചതാ. റൂട്ടാണ്. കാരണം മലബാറിലുള്ള നിരവധി പേരാണ് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമാവുന്ന ഒരു റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പോൾ. നല്ല പുള്ളിങ്ങുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഏത് എഞ്ചിൻ വേണേലും എടുത്തു നോക്കിക്കോ, ഇത്രയും കണ്ടീഷനായിട്ട് കിട്ടൂല. ഇപ്പോൾ ആളില്ലാതെ ജീവച്ഛവമായി ഇത്തരത്തിൽ ബസ് സ്റ്റാൻഡിനകത്ത് കിടക്കുന്നത്. നടത്തിയാൽ നഷ്ടം വരില്ലവോ? നല്ല റൂട്ട്, വിശ്വസ്തരായ ജോലിക്കാർ, ഇത് രണ്ടും ശരിയായാൽ ബസ് ഒരിക്കലും ഒരു നഷ്ടമല്ല. ദിവസമായി ട്രിപ്പ് ഓടിയിട്ടില്ല. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോഴിക്കോട് ബംഗളൂരു റൂട്ട് എന്നത് ഏത് കാലത്തും വലിയ തിരക്കുള്ള ഒരു റൂട്ടാണ്. ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുക. ആ സമയത്താണ് റൂട്ട് അടക്കം ബസ് കിട്ടണത്. റൂട്ടാണ്. കാരണം മലബാറിലുള്ള നിരവധി പേരാണ് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമാവുന്ന ഒരു റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പോൾ റിസർവേഷൻ പോലും ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ 2 ദിവസമായി ആളനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കാം.